ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പ്രിങ്കിൾസിൻ്റെ 2 കണ്ടെയ്നറുണ്ട്. പെൻ ഓർഗനൈസറാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി പ്രിങ്കിൾസിൻ്റെ കണ്ടെയ്നറിൻ്റെ ഹൈറ്റിനുള്ള 2 കാർഡ്ബോർഡ് പീസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ആദ്യത്തെ ലെയർ ഒന്ന് കളഞ്ഞെടുക്കണം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊണ്ടൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് കളറാണ് എടുക്കുന്നത്. അക്രിലിക് കളറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതുപോലെ 2 കാർഡ്ബോർഡും കളർ ചെയ്തെടുക്കണം. എന്നിട്ടൊന്ന് ഡ്രൈ ചെയ്തെടുക്കാം. കാർഡ്ബോർഡൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടെയ്നർ എടുക്കുക. നമ്മൾ ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കാർഡ്ബോർഡ് കൊണ്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. പ്രിങ്കിൾസിൻ്റെ കണ്ടെയ്നർ കാർഡ്ബോർഡ് കൊണ്ടൊന്ന് റോൾ ചെയ്തെടുത്ത് ഒട്ടിച്ച് വെക്കണം. ഗ്ലൂ ഗണ്ണാകുമ്പോൾ വർക്കൗട്ട് കിട്ടും. ഞാനിത് ഫെവിക്കോളാണ് യൂസ് ചെയ്യണത്. ഇതുപോലെ 2 കണ്ടെയ്നറും കാർഡ്ബോർഡ് കൊണ്ട് റോൾ ചെയ്ത് ഒട്ടിച്ചെടുക്കണം. ഇനി കുറച്ചുകൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള വാഷി ടേപ്പോ സ്റ്റിക്കേഴ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഗോൾഡൻ ടേപ്പാണ് എടുത്തേക്കുന്നത്. എൻ്റെ കയ്യിൽ അത് ഉള്ളതുകൊണ്ടാണ് ഞാനത് ഒട്ടിക്കുന്നത്. അത് വെച്ച് നമ്മൾ മേളിലും താഴത്തും നടുക്കുമായിട്ടൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുത്ത് കുറച്ചുകൂടെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യണതാണ്. എൻ്റെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. ഇനി നമുക്ക് താഴത്തും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നടുക്കും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ താഴത്തത് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നടുക്കും കൂടെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നടുക്കത്തേയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ മറ്റേ കണ്ടെയ്നറും കംപ്ലീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ 2 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ പെൻ ഓർഗനൈസർ റെഡി ആയിട്ടുണ്ട്. നമുക്കതിൽ നമ്മുടെ പെൻസൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ അത് ഒരുമിച്ച് ഇരിക്കാനാണെങ്കിൽ നടുക്ക് നമുക്ക് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് വെക്കുന്നത്. പെൻ ഓർഗനൈസർ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.